പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്റെ കയ്യിൽ എന്താണ് ആയുധമായി ഉണ്ടാകേണ്ടത്? നിന്റെ സ്വന്തത്തെയും സ്വത്തത്തെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ, ദുനിയാവിൽ അതിനെ മോചിപ്പിക്കാൻ, ആഖിറത്തിലേക്ക് പറ്റുന്നൊരു ശരീരമാക്കി മാറ്റാൻ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോ നല്ല കറകളഞ്ഞ മനുഷ്യനായി മാറാൻ ഒന്നാമതായി നിന്നിൽ വേണ്ടത് ശരിയായ അറിവാകുന്നു. അറിവിന്റെ കുറവ് അല്ലാതെ നമ്മെ വേട്ടയാടുന്നുണ്ട്. എന്ത് അറിവാണ് വേണ്ടത്? എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള അറിവ് വേണം. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം നന്നായി പഠിക്കേണ്ടത് വിശ്വാസപരമായും കർമ്മപരമായും മാത്രമല്ലല്ലോ, ആത്മീയപരമായിട്ടുള്ളൊരു ഇൽമും കൂടി പഠിക്കൽ നിർബന്ധ ബാധ്യതയുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളെ നന്നാക്കുന്നതിന്, സംസ്കാരങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന്, രഹസ്യവും പരസ്യവും നന്നാക്കുന്നതിന്, ഇടപാടുകളും ഇടപഴകളും നന്നാക്കുന്നതിന്, എന്തിനധികം നമ്മുടെ ചിന്ത വരെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി മാറ്റുന്നതിന്, ഓരോ സമയത്തുമുള്ള പദ്ധതികൾ മുഴുവനും റബ്ബ് തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാക്കി മാറ്റുന്നതിന് ഏറ്റവും അധികം ഉപയുക്തമായ ഇൽമ് അത് ഇൽമു തസ്കിയത്താണ്. നമ്മുടെ സ്വഭാവങ്ങളെ സംസ്കരിക്കുന്ന, നമ്മുടെ വിചാര വികാരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലാക്കി മാറ്റുന്ന, യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുന്ന ഇൽമു തസ്കിയ, അത് പഠിക്കൽ നമുക്ക് ഫർള് ഐനാണ്, ഫർള് കിഫയല്ല. ഏതെങ്കിലും ഒരാൾ പഠിച്ചാൽ പോരാ. കച്ചവടം നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി പഠിച്ച് ആ വ്യക്തിയുടെ കാലം കഴിയുമ്പോ അടുത്ത ആള് പഠിച്ചാലും മതി. അതൊരു ഫർള് കിഫായയാണ്. സഹോദരങ്ങളെ, ഫർള് കിഫായായ ധാരാളം വിഷയങ്ങളുണ്ട്. അത് പഠിക്കണ്ട എന്നല്ല, ഇത് വ്യക്തിപരമായ ബാധ്യതയാണ്. നമ്മുടെ സ്വഭാവങ്ങളെ സംസ്കരിക്കുന്ന ജ്ഞാനം നമുക്ക് വേണം. നമ്മൾ നന്നാകാൻ എന്തെല്ലാം മാർഗങ്ങൾ വേണം, അതിനെ സംബന്ധിച്ചുള്ള തികഞ്ഞ ജ്ഞാനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ചെറിയവരും വലിയവരും വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ഇൽമു പഠിക്കണം.